വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 8ാം ക്ലാസ്സിലെ ബയോളജിയുടെ രണ്ടാമത്തെ ചാപ്റ്റർ ആവും ഞങ്ങളെ ഒറിജിൻ ഓഫ് ലൈഫ്, ഒറിജിൻ ഓഫ് ലിവിങ് തിങ്സ്, ജീവന്റെ ഉത്ഭവം ജീവികളുടെയും. അപ്പോൾ അതിൻ്റെ നമ്മൾ ഒരു പാർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആ നോട്ടൊക്കെ എഴുതിയെടുക്കുന്നുണ്ടോ? ഒന്നാമത്തെ പാഠത്തിൻ്റെ പീരിയോഡിക് ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞോ കുഞ്ഞുങ്ങളെ? കഴിഞ്ഞോ? അതാണ് നമ്മളതിൻ്റെ എല്ലാ വിഷയത്തിൻ്റെയും എന്ന് വെച്ചാൽ മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, സയൻസും സോഷ്യലും മാത്സും ഒക്കെ എല്ലാ വിഷയത്തിൻ്റെയും ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ലിങ്ക് നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. അഥവാ കിട്ടാത്തവരുണ്ടെങ്കിൽ കയറി എഴുതി എടുക്കണേ കേട്ടോ. അപ്പോൾ ഇത് നോക്കിക്കേ, നമ്മൾ ഇനി രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ ഒന്നാമത്തെ പാർട്ടും എല്ലാ വിഷയത്തിൻ്റെയും ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അഥവാ അത് കിട്ടാത്തവരുണ്ടെങ്കിൽ ഇതാണ് നോക്കിക്കേ. ഫസ്റ്റ് തിയറി ഓഫ് ദ ഒറിജിൻ ഓഫ് ലൈഫ് ഏതൊക്കെയാണ്? ജീവൻ്റെ ആവിർഭാവവുമായിട്ട് ബന്ധപ്പെട്ട സിദ്ധാന്തമാണ് പാൻസ്പെർമിയ തിയറിയും രാസപരിണാമ സിദ്ധാന്തവും. എന്താണ് ഈ പാൻസ്പെർമിയ സിദ്ധാന്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ലൈഫ് ഒറിജിനേറ്റഡ് എൽസ് വെയർ ഇൻ ദ യൂണിവേഴ്സ് ആൻഡ് വാസ് ആക്സിഡന്റലി ട്രാൻസ്പോർട്ടഡ് ടു എർത്ത് ഇൻ ദ ഫോം ഓഫ് മൈക്രോ ഓർഗാനിസം ഓർ സ്പോർസ്. ദീസ് മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസ് ആർ റെഫേർഡ് ടു ആസ് പാൻസ്പെർമിയ. ജീവൻ മറ്റേതോ ഗ്രഹത്തിൽ ഉത്ഭവിച്ച് സൂക്ഷ്മജീവികളായോ അല്ലെങ്കിൽ രേണുക്കളായോ ആകസ്മികമായിട്ട് ഭൂമിയിൽ എത്തിച്ചേർന്നു. ഈ ജീവന്റെ സൂക്ഷ്മ കണികകളെയാണ് നമ്മൾ പാൻസ്പെർമിയ എന്ന് പറയുന്നത് കേട്ടോ. ഇനി അതുപോലെ തന്നെ രാസപരിണാമ സിദ്ധാന്തം, ദ കെമിക്കൽ എവല്യൂഷൻസ് തിയറി എക്സ്പ്ലെയിൻഡ് ദാറ്റ് ലൈഫ് ഒറിജിനേറ്റഡ് ആസ് എ റിസൾട്ട് ഓഫ് ചേഞ്ചസ് ഇൻ ദ കോമ്പിനേഷൻസ് ഓഫ് കെമിക്കൽ സബ്സ്റ്റൻസ് ഇൻ ദി ഓഷൻസ് അണ്ടർ ദ യുണീക്ക് കണ്ടീഷൻസ് ഓഫ് ദ പ്രിമിറ്റീവ് എർത്ത്. ആദിമ ഭൂമിയിലെ സവിശേഷ സാഹചര്യങ്ങളിൽ സമുദ്രത്തിലെ രാസവസ്തുക്കൾ കൂടിച്ചേർന്നുണ്ടായ പ്രവർത്തനങ്ങളുടെ ഫലമായി ജീവൻ ആവിർഭവിച്ചു എന്ന് വിശദീകരിക്കുന്നതാണ് രാസപരിണാമ സിദ്ധാന്തം. നമ്മൾ ഒന്നാമത്തെ അതെല്ലാം ഇട്ടതാവും നിങ്ങളെ. അത് ഞാൻ സ്പീഡിൽ പോകുന്നത് നമുക്ക് ബാക്കി പഠിക്കാൻ വേണ്ടി കേട്ടോ. അടുത്തത്, വാട്ട് ഗേവ് റൈസ് ടു ദ ഡൈവേഴ്സ് റേഞ്ച് ഓഫ് ഓർഗാനിസം ദാറ്റ് എക്സിസ്റ്റ് ടുഡേ. ഇന്ന് കാണപ്പെടുന്ന ജീവജാലങ്ങൾ രൂപപ്പെട്ടത് എങ്ങനെയാണ്? ഇന്ന് നമ്മൾ കാണപ്പെടുന്ന ജീവജാലങ്ങളൊക്കെ രൂപപ്പെട്ടത് എങ്ങനെയാ? ദ ലിവിങ് ഓർഗാനിസം ദാറ്റ് ഇൻഹാബിറ്റഡ് ദ എർത്ത് മില്യൺസ് ഓഫ് ഇയേഴ്സ് അഗോ വെയർ പ്രൊഫൗണ്ട്ലി ഡിഫറൻറ്റ് ഫ്രം ദോസ് ദാറ്റ് എക്സിസ്റ്റ് ടുഡേ. ദ ഇവല്യൂഷൻസ് ഓഫ് living organism was caused by adaptation to change in environmental factors including habitat, climate and availability of food as well as internal cellular changes. These processes ultimately gave rise to the diverse range of organism that exist. എന്ന് വെച്ചാൽ ഞാനിത് ഇംഗ്ലീഷിൽ അങ്ങ് വായിച്ചതാവും നിങ്ങളെ. അതിൻ്റെ മലയാളം എന്താണെന്നറിയോ? ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് അന്നത്തെ ഭൂമിയിലെ ജീവജാലങ്ങൾ ഇത് നമ്മൾ കാണുന്നതിൽ നിന്നും വളരെ വ്യത്യസ്തമായിരുന്നു. വാസസ്ഥലം, കാലാവസ്ഥ, ആഹാര ലഭ്യത എന്നീ ബാഹ്യ ഘടകങ്ങളിലും ജീവകോശങ്ങളിലെ ആന്തരിക ഘടകങ്ങളിലും ഉണ്ടായ മാറ്റങ്ങൾക്കനുസരിച്ച് ജീവജാലങ്ങൾക്ക് പലതരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുകയും ഇന്ന് കാണപ്പെടുന്ന ജീവജാലങ്ങൾ രൂപപ്പെടുകയും ചെയ്തു എന്നതാണ് കേട്ടോ. ഇനി വെൻ ഡിഡ് ലൈഫ് എമർജ് ഓൺ എർത്ത്? ഭൂമിയിൽ ജീവൻ ആവിർഭവിച്ചത് എന്ന്? ഇറ്റ് ഈസ് ബിലീവ്ഡ് ദാറ്റ് ലൈഫ് എമർജ് ഓൺ ദ എർത്ത് അപ്രോക്സിമേറ്റ്ലി 3.5 ബില്യൺസ് എഗോ. അതായത് ഏകദേശം 3.5 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ് ഭൂമിയിൽ ജീവൻ ആവിർഭവിച്ചത് എന്ന് ശാസ്ത്രജ്ഞന്മാർക്ക് കരുതുന്നു. ഓക്കെ ആണോ നിങ്ങൾ? 5 അടുത്തത് ആറാമത്തെ ചോദ്യം. 5 കഴിഞ്ഞാൽ പിന്നെ 7 എന്നിട്ട് ചോദിക്കുന്നല്ലേ? അതോ ഇനി 6 അപ്പുറത്തങ്ങനെ ഉണ്ടോ? 6 ഇപ്പുറത്തുണ്ട്. നോക്കൂ ഞങ്ങളെ. ആറാമത്തെ, ഹൗ വെയിൽ ആർ ഫോംഡ്. കാണാൻ പറ്റുന്നുണ്ടോ? ഹൗ വെയിൽസ് ആർ ഫോംഡ് ഫ്രം ആൻ ആൻഷ്യന്റ് മമൽസ് നെയ്മഡ് എന്താണ്? പാക്കിസെറ്റസ് എന്ന ജീവികളിൽ നിന്നും തിമിംഗലം രൂപപ്പെട്ടത് എങ്ങനെ? തിമിംഗലം ഉണ്ടായതേ എങ്ങനെയാ? ദ ആൻസിസ്റ്റർ ഓഫ് മോഡേൺ വെയിൽസ് ഇൻക്ലൂഡിംഗ് ദ ബ്ലൂ വെയിൽ വാസ് ആൻ ആൻഷ്യന്റ് മമൽസ് നെയ്മഡ് പാക്കിസെറ്റസ് ദാറ്റ് ഇൻഹാബിറ്റഡ് ദ എർത്ത് അപ്രോക്സിമേറ്റ്ലി 50 million ഇയേഴ്സ് എഗോ. ഫോസിൽസ് സ്റ്റഡീസ് ഹാവ് റിവീൽഡ് ദാറ്റ് ദീസ് ഓർഗാനിസം പൊസസ്ഡ് ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് സിമിലർ ടു ദോസ് ഓഫ് വൂൾഫ് എലോങ് വിത്ത് ദ ബോഡി ഷേപ്പ് അഡാപ്റ്റഡ് ഫോർ സ്വിമ്മിങ്. ആസ് ദ ഡിസെൻഡന്റ് ഓഫ് ദോസ് ഓർഗാനിസം സ്പെൻഡ് മോർ ടൈംസ് ഇൻ ദ വാട്ടർ, ദെയർ ലിംസ് ഗ്രാജുവലി ഇവോൾവ്ഡ് ഇൻ ദ ഫ്ലിപ്പേഴ്സ്. ദ എവല്യൂഷണറി ഹിസ്റ്ററി ഓഫ് whales serve as an evidence for the fact that change occur in living organisms as a part of their adaptation of changing environment. ഇത് ഇത്രയേ എഴുതണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അത്രയേ എഴുതിയെങ്കിലേ അതിൻ്റെ ആ ഒരു മൊത്തം ആവത്തുള്ളൂ നിങ്ങൾ കേട്ടോ. അതുകൊണ്ടാണ് ഇത്രയും ഞങ്ങൾ പഠിച്ചെഴുതണമെന്നില്ലയോ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതിൻ്റെ മലയാളം അർത്ഥം കേൾക്കുമ്പോൾ മനസ്സിലാവും. നോക്കണേ, ഇത് ഇത്ര എഴുതണേ. തിമിംഗലത്തിനെ കുറിച്ചായിട്ടോ. നീലത്തിമിംഗലം നോക്കിക്കേ. നീലത്തിമിംഗലം ഉൾപ്പെടെയുള്ള തിമിംഗല വിഭാഗങ്ങളുടെ പൂർവികർ 50 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന പാക്കിസെറ്റസ് എന്ന പുരാതന ജീവിയായിരുന്നു കേട്ടോ. ഈ ജീവിക്ക് ചെന്നായയുടെ നമ്മുടെ പടത്തിൽ കൊടുത്തിരിക്കുന്നില്ലേ, ഫസ്റ്റ് പടത്തിൽ, അതാ ഈ ജീവിക്ക് ചെന്നായയുടെ ശാരീരിക സവിശേഷതകൾക്കൊപ്പം നീന്താൻ അനുയോജ്യമായ ശരീര ഘടന കൂടി ഉണ്ടായിരുന്നുവെന്നും ഫോസിൽ പഠനം തെളിയിക്കുന്നു. ഇവയുടെ പിൻഗാമികൾ കൂടുതൽ സമയം ജലത്തിൽ ചിലവഴിച്ചത്
വർദ്ധിച്ചതോടെ അവയുടെ കാലുകൾ തുഴകൾക്ക് സമാനമായിട്ട് അങ്ങ് പരിണമിച്ചു. ഇങ്ങനെ മാറുന്ന സാഹചര്യങ്ങളുമായിട്ടുള്ള പൊരുത്തപ്പെടലിന്റെ ഭാഗമായിട്ട് ജീവികളിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നതിന് തിമിംഗലത്തിന്റെ പരിണാമ ചരിത്രം തെളിവാണ്. നമ്മളിത് ഒരു വട്ടം എടുത്തത് കൊണ്ടാണ് ഈ സ്പീഡിൽ ഓടുന്നത് കേട്ടോ. അടുത്തത് ഇൻഡിക്കേറ്റേഴ്സ്, സൂചകങ്ങൾ. ആദിമ ഭൂമിയുടെ അന്തരീക്ഷത്തിന്റെ സവിശേഷതകൾ. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്രിമിറ്റീവ് എർത്ത് അറ്റ്മോസ്ഫിയർ. നോക്കൂ നിങ്ങളെ, ദ അറ്റ്മോസ്ഫിയർ ഓഫ് പ്രിമിറ്റീവ് എർത്ത് വാസ് ഡിഫറെന്റ് ഫ്രം ദാറ്റ് ഓഫ് ടുഡേ. ഇറ്റ് ഹാഡ് ഹൈ ടെമ്പറേച്ചർ, ദർ വാസ് നോ ഫ്രീ ഓക്സിജൻ, പ്രസൻസ് ഓഫ് ഹൈഡ്രജൻ, മീഥെയിൻ, കാർബൺ ഡയോക്സൈഡ്, ഹൈഡ്രജൻ, സൾഫൈഡ്, അമോണിയ, വാട്ടർ വേപ്പർ എന്നിവ. എന്ന് വെച്ചാൽ ആദിമ ഭൂമിയുടെ, ഇംഗ്ലീഷുകാർ അതങ്ങ് എഴുതിയെടുക്കണേ, അതായത് ആദിമ ഭൂമിയുടെ അന്തരീക്ഷം ഇന്നത്തേതിൽ നിന്നും വ്യത്യസ്തമായിരുന്നു. ഉയർന്ന താപനില, ഉയർന്ന താപനിലയായിരുന്നു, സ്വതന്ത്രമായിട്ട് ഓക്സിജൻ ഇല്ല, ഹൈഡ്രജൻ, മീഥെയിൻ, കാർബൺ ഡയോക്സൈഡ്, ഹൈഡ്രജൻ, സൾഫൈഡ്, അമോണിയ, നീരാവി എന്നിവയുടെ സാന്നിധ്യവുമായിരുന്നു കേട്ടോ. ഇനി സമുദ്രത്തിന്റെ രൂപപ്പെടൽ എങ്ങനെയായിരുന്നു? ഫോർമേഷൻ ഓഫ് ഓഷൻ. ദ വാട്ടർ വേപ്പർ ഇൻ ദ അറ്റ്മോസ്ഫിയർ കണ്ടൻസ്ഡ് ഇൻ ടു റെയിൻ. ആസ് ദ റെയിൻ കണ്ടിന്യൂഡ് ഫോർ എ ലോങ് പീരീഡ് ഓഷൻസ് വെയർ ഫോംഡ്. അന്തരീക്ഷത്തിൽ ജലബാഷ്പം ഘനീഭവിച്ച് മഴയായിട്ട് മാറുന്നു അല്ലേ. മഴ ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്നാൽ, എന്ന് വെച്ചാൽ നീണ്ടു നിന്നാൽ സമുദ്രങ്ങൾ അവിടെ രൂപപ്പെടും എന്നാണ് പറയുന്നത്. 8 എണ്ണം ഓക്കെയാണോ? 9ാമത്തെ ചോദ്യം, എനർജി സോഴ്സസ്. എനർജി സോഴ്സസ് ദാറ്റ് എക്സിസ്റ്റ് ദ ഫോർമേഷൻ ഓഫ് ബയോമോളിക്കുൾസ്. ജൈവ കണികകളുടെ രൂപീകരണത്തിന് സഹായകമായ ഊർജ്ജ സ്രോതസ്സുകളാണ് സൺലൈറ്റ്, ലൈറ്റ്നിങ്, അൾട്രാവയലറ്റ് റേസ്, വോൾക്കാനിക് ഇറപ്ഷൻസ് കേട്ടോ. ഫോർമേഷൻ ഓഫ് പ്രിമിറ്റീവ് സെൽസ്. ആദിമ കോശത്തിന്റെ രൂപീകരണം എങ്ങനെയായിരുന്നു? ആദിമ കോശത്തിന്റെ രൂപീകരണം. സിമ്പിൾ ബയോമോളിക്കുൾസ് ഫോംഡ് ഇൻ ദ ഓഷൻസ്, ദീസ് കമ്പൈൻഡ് ടു ഫോം കോംപ്ലക്സ് ബയോമോളിക്കുൾസ്. ദ സെൽഫ് റിപ്ലിക്കേറ്റിംഗ് പ്രിമിറ്റീവ് സെൽസ് ഈസ് ഇവോൾവ്ഡ് ബൈ ദ ഫോർമേഷൻ ഓഫ് ന്യൂക്ലിക് ആസിഡ് ആൻഡ് ലിപ്പിഡ് ഷീൽഡ്. എന്ന് വെച്ചാൽ എന്താ നിങ്ങളെ, സമുദ്രത്തിൽ ലഘു ജൈവ കണികകളുടെ രൂപീകരണം, സങ്കീർണ ജൈവ കണികകളുടെ രൂപീകരണം, ന്യൂക്ലിക് ആസിഡ് എന്ന സങ്കീർണ തന്മാത്രയും കൊഴുപ്പും ആവരണം രൂപപ്പെടുന്നു. അങ്ങനെ സ്വയം ഇരട്ടിക്കാൻ ശേഷിയുള്ളതാണ് ആദിമകോശം എന്ന് പറയുന്നത് കേട്ടോ. ഇത്രയാണ് നമ്മൾ ഫസ്റ്റ് ലിങ്കിൽ ഇട്ടത്. ഓക്കെ ആണോ? ഇത്രയും. ഇനി നമുക്ക് അടുത്ത പാർട്ടിൽ അതിൻ്റെ ബാക്കിയായിട്ട് എഴുതാം. നല്ലതുപോലെ നോട്ട് വൃത്തിയായിട്ട് എഴുതിയെടുക്കണേ. ഇത് ചെറിയൊരു ചാപ്റ്ററാണ് കേട്ടോ, പക്ഷേ നല്ലതുപോലെ അറിയണം. ഇനി നോക്കിക്കേ, നമ്മൾ ഇവിടെ മുതലായിരുന്നു ഇനി പറയാനുള്ളത്. നോക്കൂ കുഞ്ഞുങ്ങളെ, ഇവിടെ 3 പേരുടെ പേര് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഇവിടെ കുറേ കാര്യങ്ങളും പറയുന്നുണ്ട്. ഞാൻ ഇത് അതുപോലെ നോട്ട് നമുക്കുണ്ട്. ഇവിടെ ഒരു നല്ലൊരു സംഭവം കിടപ്പുണ്ട് കണ്ടോ. ഇതൊക്കെ എന്താണെന്നാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. വേണ്ട, ഞാൻ ഇതിനകത്തിൽ പറഞ്ഞിട്ട് നിങ്ങളോട് പറയാം. ഓക്കെ, അടുത്ത ചോദ്യം 11ാമത്തെ. ജീവന്റെ ഉത്ഭവത്തിന് കാരണമായ നിർമ്മാണ ഘടകങ്ങൾ ലളിതമായ വാതകങ്ങളിൽ നിന്നും രൂപപ്പെടുമെന്ന് തെളിയിച്ചതാണ് ആരാ? നോക്കിക്കേ, ഹരോൾഡ് യൂറേയും സ്റ്റാൻലി മില്ലറും. ആ പടം കൊടുത്തിട്ടുണ്ട് പടത്തിനകത്തിൽ. എന്താവും ഞങ്ങളെ, ഹരോൾഡ് യൂറേയും സ്റ്റാൻലി മില്ലറും. ഇദ്ദേഹം കണ്ടോ, ഇവരെന്തൊക്കെയാ ചെയ്തതെന്നുള്ളതാണ്. നോക്കിക്കേ, ജീവന്റെ ഉത്ഭവത്തിന് കാരണമായ നിർമ്മാണ ഘടകങ്ങൾ ലളിതമായ വാതകങ്ങളിൽ നിന്നും രൂപപ്പെട്ടതാണെന്ന്. ചെറിയ ചെറിയ വാതകങ്ങളിൽ നിന്നുമാണ് ഈ ജീവികൾ ഉണ്ടായെന്ന് എന്ന് തെളിയിച്ചത് ആരാണ്? ഹാരോൾഡ് യൂറേയും സ്റ്റാൻലി മില്ലർ. ഇവർ രണ്ടും കൂടെ ചേർന്നാണ്. ടുഗദർ പ്രൂവ്ഡ് ദാറ്റ് ദ ഫണ്ടമെന്റൽ യൂണിറ്റ്സ് റെസ്പോൺസിബിൾ ഫോർ ദ ഒറിജിൻ ഓഫ് ലൈഫ് ക്യാൻ ഫോം ഫ്രം സിമ്പിൾ ഗ്യാസസിൽ നിന്നാണ്. ആരാണ്? ഹാരോൾഡ് യൂറേയും സ്റ്റാൻലി മില്ലറും. അത് നല്ലപോലെ പഠിക്കണേ. ഇനി അടുത്ത 2ാമത്തെ ആരാവും നിങ്ങളെ? സിഡ്നി ഫോക്സ് എന്ന് പറയുന്ന അദ്ദേഹം എന്താ പറഞ്ഞത്? സിഡ്നി ഫോക്സ് പറഞ്ഞത് പ്രോട്ടീനുകൾക്ക് സമാനമായ തന്മാത്രകളെ കൃത്രിമമായിട്ട് നിർമ്മിക്കാനാകുമെന്ന് അദ്ദേഹം തെളിയിച്ചു. എന്താവും നിങ്ങളെ, പ്രോട്ടീൻ ഉണ്ടല്ലോ, ഈ പ്രോട്ടീനുകൾക്ക് സമാനമായ തന്മാത്രകളെ കൃത്രിമമായിട്ട് നമുക്ക് നിർമ്മിക്കാൻ പറ്റുമെന്ന് സിഡ്നി ഫോക്സ് പറഞ്ഞു കേട്ടോ. എന്താ? പ്രൂവ്ഡ് ദാറ്റ് മോളിക്യൂൾസ് സിമിലർ ടു പ്രോട്ടീൻസ് ക്യാൻ ബി സിന്തസൈസ്ഡ് ആർട്ടിഫിഷ്യലി. ഓക്കെ ആണോ? അടുത്തത് ജോവാൻ ഒറോ. ഈ പേരൊക്കെ നല്ലപോലെയാണ് ഇദ്ദേഹം. ജോവാൻ ഒറോ എന്താവും നിങ്ങളെ പറഞ്ഞത്? ന്യൂക്ലിക് ആസിഡുകളുമായിട്ട് പ്രധാന നിർമ്മാണ ഘടകങ്ങളിൽ ഒന്നായ അഡിനിൻ കേട്ടോ, അഡിനിൻ എന്ന നൈട്രജൻ ബേസ് കൃത്രിമമായിട്ട് അദ്ദേഹം നിർമ്മിച്ചു. ഓരോരുത്തരും എന്തൊക്കെയാണെന്ന് നോക്കണേ നിർമ്മിച്ചത്. ന്യൂക്ലിക് ആസിഡുകളുടെ പ്രധാന നിർമ്മാണ ഘടകങ്ങളിലൊന്നായ, പരീക്ഷയ്ക്ക് 1 മാർക്കിന് ചിലപ്പോൾ അത് ചോദിക്കാം, ന്യൂക്ലിക് ആസിഡുകളുടെ പ്രധാന നിർമ്മാണ ഘടകങ്ങളിലൊന്ന് ഏതാവും നിങ്ങളെ? അഡിനിൻ. സ്പെല്ലിംഗ് അറിയണേ. അഡിനിൻ ഈസ് വൺ ഓഫ് ദ കീ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ന്യൂക്ലിക് ആസിഡ് വാസ് ആർട്ടിഫിഷ്യൽ സിന്തസൈസ്ഡ് കേട്ടോ. ഇംഗ്ലീഷുകാർ അത് എഴുതണം, അഡിനിൻ കേട്ടോ. ഓക്കെ ആണോ? അപ്പോൾ അത് 3 എണ്ണമാണ് പറയുന്നത്. ഇനി അതിൻ്റെ തൊട്ട് താഴെ നോക്കണേ നിങ്ങളെ.
രാസപരിണാമ സിദ്ധാന്തത്തിന് സാധൂകരണം നൽകുന്ന നിരവധി പരീക്ഷണ തെളിവുകൾ നമ്മളിവിടെ വായിച്ചു ഇല്ലേ. ആദിമ ഭൂമിയുടെ അന്തരീക്ഷം കൃത്രിമമായി നോക്കണേ കുഞ്ഞുങ്ങളെ, ആദിമ ഭൂമിയുടെ അന്തരീക്ഷം കൃത്രിമമായിട്ട് പരീക്ഷണശാലയിൽ പുനഃസൃഷ്ടിച്ചുകൊണ്ടുള്ള ആദ്യകാല പരീക്ഷണങ്ങളിൽ യുറേ മില്ലർ പരീക്ഷണമാണ് ഏറ്റവും ശ്രദ്ധേയമായത്. ആദിമ ഭൂമിയുടെ അന്തരീക്ഷം കൃത്രിമമായി പരീക്ഷണശാലയിൽ പുനഃസൃഷ്ടിച്ചുകൊണ്ടുള്ള ആദ്യകാല പരീക്ഷണങ്ങളിൽ യുറേ മില്ലർ പരീക്ഷണമാണ് ഏറ്റവും ശ്രദ്ധേയമായത്. ഇത് എന്തിനാണ് ഞാൻ എഴുതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിനി അതിനെക്കുറിച്ചാണ് നിങ്ങളെ പഠിക്കാൻ പോകുന്നത്. യുറേ മില്ലറിൻ്റെ പരീക്ഷണത്തെക്കുറിച്ചാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ദ യുറേ മില്ലർ എക്സ്പെരിമെൻറ്റ് ഇൻ വിച്ച് ദ അറ്റ്മോസ്ഫിയർ ഓഫ് primitive earth was recreated in the laboratory is the one of the remarkable experiment in the history of scientific expedition in evolution. ആദിമ ഭൂമിയുടെ അന്തരീക്ഷം കൃത്രിമമായിട്ട് പരീക്ഷണശാലകളിൽ പുനഃ സൃഷ്ടിച്ചുകൊണ്ടുള്ള ആദ്യകാല പരീക്ഷണങ്ങളിലാണ് യുറേ മില്ലർ പരീക്ഷണം ഏറ്റവും പ്രശസ്തമായത്. ഈ പരീക്ഷണമാവും നിങ്ങൾ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് കണ്ടാൽ നിങ്ങൾക്ക് വല്ലതും മനസ്സിലാവുന്നുണ്ടോ? എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? നോക്കിക്കേ, അവിടുത്തെ നമ്മൾ ഇംഗ്ലീഷുകാരെ ദാണ്ട് ഇതൊന്ന് നോക്കണേ കുഞ്ഞുങ്ങളെ. അവിടുത്തെ കാര്യങ്ങൾ, അവിടുത്തെ മീൻസ് അതിൻ്റെ തൊട്ട് താഴെ സൂചകങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ തൊട്ട് താഴെ ബോക്സിൽ ദാണ്ട് ഈ സംഭവങ്ങളാണ് കേട്ടോ. അതാണ് ഇംഗ്ലീഷ് മീഡിയക്കാർ ഇൻഡിക്കേറ്റർ, സൂചകങ്ങൾ. കണ്ടീഷൻസ് ഇൻ ദ പ്രിമിറ്റീവ് എർത്ത്, കണ്ടീഷൻ എന്ന് വെച്ചാൽ ആദിമ ഭൂമിയിലെ സാഹചര്യം. അത് ഞാൻ മലയാളംകാർക്ക് വേറെ എഴുതിയിട്ടുണ്ട്, ഇംഗ്ലീഷുകാർ ഇത് എഴുതണം കേട്ടോ. എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് എന്താണ് നോക്കിയ, ഗ്യാസ്, ഏതൊക്കെ ഗ്യാസുകളാണ് അവിടെ ഏതാണ്ട് പടത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്, ഏതൊക്കെ ഗ്യാസുകളാണ് അവർ എടുത്തതെന്നും, ഏതൊക്കെയാണ് ഹൈഡ്രജൻ H2, മീഥെയിൻ CH4, അമോണിയ NH3, വാട്ടർ വേപ്പർ H2O അല്ലേ. ഇനി എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ്, ദീസ് ഗ്യാസ് വേറെ ഫിൽഡ് ഇൻ ദ ക്ലോസ്ഡ് അപ്പാരറ്റസ് അല്ലേ. ഇതിൻ്റെയൊക്കെ നമ്മളിപ്പോൾ പഠിക്കാൻ പോവുകയാണ് ഇത് കേട്ടോ. ഏതൊക്കെ ഏതൊക്കെ ഗ്യാസുകളാണ് അവർക്ക് വേണ്ടി, ഗ്യാസാണ് ഒന്നാമത്തത്, ഗ്യാസസ്, എന്തൊക്കെ ഗ്യാസുകളാണ് അവരെങ്ങനെയൊക്കെയാണ് അത് എടുത്തത്. പിന്നെ എനർജി സോഴ്സസ് ഓഫ് കെമിക്കൽ സിന്തസിസ് എങ്ങനെയായിരുന്നു, എനർജി എങ്ങനെയൊക്കെയായിരുന്നു അവർ എന്താ നിങ്ങൾ ഇവിടെ കെമിക്കൽ സിന്തസിസ് അല്ലേ. അപ്പോൾ രാസസംശ്ലേഷണത്തിന് സ്വീകരിച്ച ഊർജ്ജ സ്രോതസ്സുകൾ ഏതൊക്കെയാണ്, ലൈറ്റിനിങ് അല്ലേ, തണ്ടർ, വോൾക്കാനിക് ഇറപ്ഷൻസ്, അൾട്രാവയലറ്റ് റേ, ഇതൊക്കെയായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇലക്ട്രിക് സ്പാർക്ക് വാസ് പാസ്ഡ് ത്രൂ ദ ഗ്യാസസ്. ഇനി റിസൾട്ട് എന്തായിരുന്നു, പോസിബിൾ കെമിക്കൽ റിയാക്ഷൻസ് ഇൻ ദ ഫോം ഓഫ് ലൈഫ് അല്ലേ. അമോണിയ ആസിഡ് വെയർ ഫൗണ്ട് ഇൻ ദ ലിക്വിഡ്. അതായത് നമ്മുടെ പടത്തിൽ തന്നിരിക്കുന്നതിന് ഗ്യാസ് ഏതൊക്കെയാണെന്നും അതിൻ്റെ എനർജികൾ ഏതൊക്കെയാണെന്നും അതിൻ്റെ റിസൾട്ട് എന്തുവാണെന്നും 3 എഴുതിയെന്നേ ഉള്ളൂ കുഞ്ഞുങ്ങളെ കേട്ടോ. ഇനി നമ്മളല്ലാതെ അതിൻ്റെ സ്റ്റെപ്പ് ഓഫ് ദ എക്സ്പെരിമെൻറ്റ് നോക്കൂ കുഞ്ഞുങ്ങളെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇംഗ്ലീഷുകാർ ഇത് എഴുതിയെടുക്കണം. ഈ യുറേയുടെ കേട്ടോ എക്സ്പെരിമെൻറ്റ് ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും. യുറേ മില്ലർ പരീക്ഷണത്തിൻ്റെ എക്സ്പെരിമെൻ്റ് ഒന്ന് എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതേണ്ട കാര്യങ്ങളാണ്. ദേ ബോയിൽഡ് വാട്ടർ ടു മേക്ക് സ്റ്റീം ജസ്റ്റ് ലൈക്ക് ഓഷൻസ് ഇവാപ്പറേറ്റിംഗ് ഓൺ എർത്ത്. മലയാളം ഇംഗ്ലീഷുകാർ എഴുതണേ, ഏതെങ്കിലും വാക്ക് തെറ്റുന്നുണ്ടോ ഞാൻ നോക്കണേ നിങ്ങൾ. ഇംഗ്ലീഷുകാർ ഇത് എഴുതുക, മലയാളംകാർക്ക് ഞാൻ മലയാളം പറയാം. ദേ ബോയിൽഡ് വാട്ടർ ടു മേക്ക് സ്റ്റീം ജസ്റ്റ് ലൈക്ക് ഓഷൻസ് ഇവാപ്പറേറ്റിംഗ് ഓൺ എർത്ത്. 2 ദി സ്റ്റീം വാസ് സെൻഡ് ഇൻ ടു ദ ഫ്ലാസ്ക് വിത്ത് ഗ്യാസസ് ലൈക്ക് ദോസ് ഫൗണ്ട് ഓൺ പ്രിമിറ്റീവ് എർത്ത്. 3 ഇലക്ട്രിക് സ്പാർക്ക് വെയർ യൂസ്ഡ് ടു ഗിവ് എനർജി ലൈക്ക് ലൈറ്റനിങ്. The gas mixture passed through a condenser to cool down the vapor. 5 finally water droplet formed and they found ammonia acid in it. ഓക്കെ ആണോ? ഇനി അതിൻ്റെ മലയാളം നോക്കണേ. മലയാളം നോക്കിയോ നിങ്ങളെ. പരീക്ഷണ ഘട്ടങ്ങൾ എന്തെല്ലാമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ദേ ബോയിൽഡ് വാട്ടർ ടു മേക്ക് സ്റ്റീം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നീരാവി ഉണ്ടാക്കാൻ വെള്ളം തിളപ്പിച്ചു. എന്തുവാന്ന് ഇത് വല്ലതും മനസ്സിലാവുന്നുണ്ടോ? കണ്ടി നമ്മുടെ പടത്തിൽ ഈ പടം നോക്കിയിട്ട് വേണം സത്യത്തിൽ അത് പറയാൻ കേട്ടോ. നമുക്ക് എല്ലാം കൂടെ ഈ നോട്ടും ഇതെല്ലാം കൂടെ പറ്റാത്തതുകൊണ്ടാവും നിങ്ങൾ കേട്ടോ. ഫസ്റ്റ് അവർ എന്താണ്, നീരാവി ഉണ്ടാക്കാൻ വേണ്ടി വെള്ളം തിളപ്പിച്ചു. അതായത് ഭൂമിയിൽ നമ്മുടെ സമുദ്രങ്ങൾ ബാഷ്പീകരിക്കപ്പെടുന്നത് പോലെ ആയിരിക്കണം. ഭൂമിയിൽ മീൻസ് ദി സ്റ്റീം വാസ് സെൻഡ് ടു ദ ഫ്ലാസ്ക്. ഇതെന്താ, ദ ബോയിൽഡ് വാട്ടർ ടു മേക്ക് സ്റ്റീം ജസ്റ്റ് ലൈക്ക് ഓഷൻസ് ഇവാപ്പറേറ്റിംഗ് ഓൺ എർത്ത് എന്ന് നമ്മൾ ഇംഗ്ലീഷ് പറഞ്ഞില്ലേ. അതാ അവർ നീരാവി ഉണ്ടാക്കാൻ വെള്ളം തിളപ്പിച്ചു. ഭൂമിയിൽ സമുദ്രങ്ങൾ ബാഷ്പീകരിക്കപ്പെടുന്നത് പോലെയുള്ള ചൂടായിരിക്കണം. 2 ഈ നീരാവി വാതകങ്ങളുടെ ഒരു ഫ്ലാസ്കിലേക്ക് അയച്ചു. ദി സ്റ്റീം വാസ് സെൻഡ് ഇൻ ടു ഫ്ലാസ്ക്.
അല്ലേ? എന്നിട്ടോ ആദിമ ഭൂമിയിൽ കാണപ്പെടുന്നത് പോലെ, നമ്മുടെ ആദ്യത്തെ ഭൂമി ഉണ്ടല്ലോ അതിൽ അന്ന് കാണപ്പെടുന്ന പോലെ, ലൈക്ക് ദോസ് ഫൗണ്ട് ഓൺ പ്രിമിറ്റീവ് എർത്ത്, ആദിമ ഭൂമിയിൽ കാണപ്പെടുന്നത് പോലെ. തൻ്റെ ഇത് ചൂടാക്കുക കുഞ്ഞുങ്ങളെ, ഇത് ചൂടാക്കിയിട്ട് തൻ്റെ ഇങ്ങനെ വരുന്നതാണ് ചൂടാക്കുന്നത്. പിന്നോ മിന്നൽ പോലെ ഊർജം നൽകാൻ വൈദ്യുത തീപ്പൊരികൾ അവർ ഉപയോഗിച്ചു. എന്താ നിങ്ങളെ, ഇലക്ട്രിക് സ്പാർക്കിന് വേർ യൂസ് ഗിവ് എനർജി. ഇലക്ട്രിക് സ്പാർക്കിന് വേണ്ടി അവർ എന്ത് ഉപയോഗിച്ചത്? മിന്നൽ പോലെ, മിന്നൽ ലൈറ്റനിങ് ആണ് അവർ, മിന്നൽ പോലെ ഊർജ്ജം ലഭിക്കാൻ വൈദ്യുത തീപ്പൊരികൾ അവർ ഉപയോഗിച്ചു. പിന്നോ നീരാവി തണുപ്പിക്കാൻ വാതക മിശ്രിതം ഒരു കണ്ടൻസറിലൂടെ അവർ കടത്തിവിട്ടു. ദ ഗ്യാസ് മിക്സ്ചർ പാസ് ത്രൂ എ കണ്ടൻസർ ടു കൂൾ ഡൗൺ ദ വേപ്പർ. വല്ലോ മനസ്സിലായോ? ദാണ്ട് ഇവിടെ വെച്ച് അവർ ദാണ്ട് താഴെ തീ കത്തിച്ചേക്കുന്നുണ്ടോ, ആ വെള്ളം ഒരു കുറച്ച് ചൂടാക്കുക ഉണ്ടോ, ചൂടാക്കി എന്നിട്ട് അതാണ്ട് ഇതിലേ വന്നില്ലാണ്ട് ഇലക്ട്രോ ഇവിടെ വന്നിട്ട് അവിടെ സ്പാർക്ക് ഉണ്ടാക്കുന്നുണ്ട്. സ്പാർക്ക് അങ്ങനെയോ സ്പാർക്ക് ഉണ്ടാക്കാൻ മനസ്സിലാവുന്നുണ്ട്, ലൈറ്റനിങ് അതാണ് ഉദ്ദേശിക്കുന്നത്. നീരാവിയെ തണുപ്പിക്കാൻ വാതക മിശ്രിതം ഒരു കണ്ടൻസറിലൂടെ കടത്തിവിട്ടു. ഇനി ഇതിനെ തണുപ്പിക്കാൻ വേണ്ടി അവരെന്താണ് വാതകങ്ങൾ ഇങ്ങനെ കടത്തി ഇതിനകത്തിലോട്ട് വിട്ടു. ഏതൊക്കെ വാതകങ്ങളാണ് അവർ അതിനകത്ത് കടത്തിവിട്ടത്? NH4 അല്ലേ, NH3, H2, H2O. ഇതിപ്പോൾ നമ്മൾ പറഞ്ഞതാ ഏതൊക്കെയായിരുന്നു അല്ലേ, ഏതൊക്കെയായിരുന്നു അവിടെ കടത്തിവിട്ടത്? അമോണിയ അല്ലേ, ഇപ്പം അങ്ങോട്ട് പറഞ്ഞല്ലേ എന്തൊക്കെയോ നിങ്ങളെ. ഹൈഡ്രജന്, മീഥെയിന്, അമോണിയ, വാട്ടർ വേപ്പർ. കേട്ടോ, ഏതൊക്കെയാണ് നിങ്ങളെ? ഹൈഡ്രജന്, മീഥെയിന്, അമോണിയ, വാട്ടർ വേപ്പർ, H2, CH4, NH3, H2O. കേട്ടോ, ഇതൊക്കെയാണ്. ഓക്കെ, എന്നിട്ടോ നീരാവി തണുപ്പിക്കാൻ വാതക മിശ്രിതം ഒരു കണ്ടൻസറിലൂടെ അവരെ കടത്തി വിട്ടു. എന്നിട്ട് ഇവിടെ ഇന്ന് കടത്തി വിട്ടിട്ട് എന്ത് ചെയ്തു? കണ്ടൻസർ കാണിച്ചേക്കുന്നുണ്ടോ? ഇത് പടം ഉൾപ്പെടെ ഇവിടെ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ നീരാവി, ഇതിനകത്തിൽ വരുന്ന നീരാവിയെ തണുപ്പിക്കാൻ വേണ്ടി. എന്നിട്ടോ ഒടുവിൽ ഈ വെള്ളത്തുള്ളികൾ അവിടെ രൂപപ്പെടുന്നു. ഒടുവിൽ എന്താ ഇവിടെ എല്ലാം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആദിമ ഭൗമാന്തരീക്ഷത്തിലുള്ള സമാന വാതകങ്ങൾ കടത്തി വിട്ടു. ഇവിടെ വൈദ്യുത സ്പാർക്ക് ഉണ്ടാക്കി. അപ്പോൾ അവിടെ എന്താ ചൂട് കൂടിയൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ ചൂടായ ജലത്തെ അവരെന്ത് ചെയ്തു? പുറത്തേക്ക് വിട്ടു. തണുത്ത ജലത്തെ അവരകത്തേക്കും വിട്ടു. അതിന് ഇവിടെ ഒരു കണ്ടൻസർ വെച്ച് ചൂടായ വെള്ളത്തിനെ അകത്തോട്ടും ചൂട് കൂടുതലിനെ വെളിയിലോട്ടും വിടാൻ, കാരണം പൊട്ടിത്തെറിക്കത്തില്ലേ, അതുകൊണ്ട്. എന്നിട്ട് എന്ത് ചെയ്തു? ജൈവിക കണികൾ അടങ്ങിയല്ലേ. അപ്പോൾ ഇവിടെ എന്താ, ഇവിടെ എല്ലാം അപ്പം വെള്ളം തുള്ളികളായിട്ട്, ഈ വാട്ടർ വേപ്പർ ഉണ്ടല്ലോ, വെള്ളത്തുള്ളികളായിട്ട് ഇവിടെ എല്ലാം ആവും. ആ ജൈവ കണികൾ അടങ്ങിയ ജലകണികളാണ് അവിടെ എല്ലാം പറ്റിപ്പിടിച്ചത്. അതാണ് ഒടുവിൽ വെള്ളത്തുള്ളികൾ രൂപപ്പെട്ടു. അതിൽ അവർ അമിനോ ആസിഡുകൾ കണ്ടെത്തി. അവരെന്താ ഈ വരുന്ന വെള്ളത്തുള്ളിയാണ് ഇങ്ങനെ വരില്ല, ഇതിലെ അമിനോ ആസിഡുകൾ ഇവിടെ കണ്ടെത്തി. പ്രോട്ടീനുകളുടെ നിർമ്മാണ ഘടകമായ ജൈവ തന്മാത്രയായിരുന്നു അത്. കേട്ടോ, അപ്പം ഇത് പരീക്ഷണ ഘട്ടങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ ഈ 5 പോയിന്റ് മലയാളം മീഡിയക്കാർ എഴുതണം. കേട്ടോ നിങ്ങളെ, ഈ 5 എണ്ണം പരീക്ഷണത്തിന് ചോദിക്കുന്നതാണ്. ഈ 5 എണ്ണം എഴുതിയാൽ മതി, ഫുൾ മാർക്ക് നിങ്ങൾക്ക് കിട്ടും. കേട്ടോ, ആ പടം വരയ്ക്കാൻ അറിയത്തില്ലെങ്കിൽ ഇത് ഇത്രയെങ്കിലും എഴുതി വെക്കണം. കേട്ടോ, ഇംഗ്ലീഷുകാർ ആ ഇംഗ്ലീഷും 5 പോയിന്റ് എഴുതി വെക്കണം. അപ്പം നമുക്ക് അമിനോ ആസിഡ് കിട്ടിയെന്ന് പറഞ്ഞല്ലോ. എന്തുവാകും നിങ്ങൾ ഈ അമിനോ ആസിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? അമിനോ ആസിഡ് ആർ ദ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് പ്രോട്ടീൻസ്. പ്രോട്ടീൻസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ലൈഫ്. ദീസ് ഷോവ്ഡ് ദാറ്റ് ലൈഫ് കുഡ് ഹാവ് സ്റ്റാർട്ട് ഫ്രം നോൺ ലിവിങ് കെമിക്കൽസ് അണ്ടർ ദ റൈറ്റ് കണ്ടീഷൻസ്. എന്ന് വെച്ചാൽ എന്താ? അമിനോ ആസിഡുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോട്ടീനുകളുടെ നിർമ്മാണ ഘടകമാണ് അമിനോ ആസിഡുകൾ എന്ന് പറഞ്ഞാൽ. എന്താ നിങ്ങളെ? പ്രോട്ടീനുകളുടെ നിർമ്മാണ ഘടകമാണ് അമിനോ ആസിഡുകൾ. പ്രോട്ടീനുകൾ നമ്മുടെ ജീവിതത്തിന് വളരെ പ്രധാനമാണ് അല്ലേ? വളരെ പ്രധാനമായിട്ടൊരു കാര്യമാണ് പ്രോട്ടീനുകൾ. അനുയോജ്യമായ സാഹചര്യങ്ങളിൽ അജൈവിക ഘടകങ്ങളിൽ നിന്നും ജൈവ തന്മാത്രകൾ രൂപപ്പെടുമെന്നും അത് തെളിയിച്ചു. എന്താ നിങ്ങളെ? അനുയോജ്യമായ നല്ല സാഹചര്യങ്ങളിൽ അജൈവ ഘടകങ്ങളിൽ നിന്നും, കേട്ടോ, ലിവിങ് തിങ്സും നോൺ ലിവിങ് തിങ്സും ഒക്കെ ഇല്ലയോ, അജൈവിക ഘടകങ്ങളിൽ നിന്നും ജൈവ തന്മാത്രകൾ രൂപപ്പെടുന്നുവെന്ന് ഇത് തെളിയിച്ചു. ഓക്കെ ആണല്ലോ. അമിനോ ആസിഡ് ഇംഗ്ലീഷ് മലയാളം ഇത് ഇതുപോലെ അങ്ങ് എഴുതിയെടുത്താൽ മതി, നിങ്ങൾക്ക് വേറെ ഒരു ജോലിയില്ല. കേട്ടോ, അടുത്ത നോക്കൂ നിങ്ങളെ. ഹൗ വാസ് ദ പ്രിമിറ്റീവ് സെല്ല് ഫോംഡ്? പ്രിമിറ്റീവ് സെല്ല് ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മുടെ ഈ തൊട്ടിപ്പുറത്തെ പേജിൽ കൊടുത്തിരിക്കുന്നതാണ്. ആദിമ കോശത്തിനുണ്ടായ മാറ്റങ്ങൾ എന്തെല്ലാം നോക്കിക്കേ. ഹൗ വാസ് ദ പ്രിമിറ്റീവ് സെൽ ഫോംഡ്? ആദിമ കോശം രൂപപ്പെട്ടത് എങ്ങനെയാണ്? ഇൻ ദ ആൻഷ്യന്റ് ഓഷൻസ് കെമിക്കൽ ജോയിൻഡ് ടുഗദർ ടു ഫോം ദ ഫസ്റ്റ് ലിവിങ് സെൽസ് അല്ലേ? എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ അത് നോക്കിയോ കുഞ്ഞുങ്ങളെ? ഹൗ വാസ് ദ പ്രിമിറ്റീവ് സെൽ ഫോംഡ് ഇൻ ദ ആൻഷ്യന്റ് ഓഷൻസ് കെമിക്കൽ ജോയിൻഡ് ടുഗദർ ടു ഫോം ദ ഫസ്റ്റ് ലിവിങ് സെൽ. ദീസ് പ്രിമിറ്റീവ് സെൽസ് ഹാൻഡ് നോക്കിക്കേ. ന്യൂക്ലിക് ആസിഡ് ലൈക്ക് DNA, RNA ദാറ്റ് കുഡ് കോപ്പി ദംസെൽസ്. എ ലിപ്പിഡ് അതായത് ഫാറ്റ് ലെയർ ദാറ്റ്
like a covering or membranes. This was the beginning of life on earth. ഇംഗ്ലീഷുകാർ ഇത് ഇത്രയും മാത്രം എഴുതിയെടുക്കണം കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിമിറ്റീവ് സെല്ല് ഫോം ചെയ്യുന്നത് എങ്ങനെയാണ് ഇംഗ്ലീഷുകാരത് എഴുതിയെടുക്കണേ. ആദിമ കോശം രൂപപ്പെട്ടത് എങ്ങനെ എന്നാണ് മലയാളം മീഡിയക്കാർക്ക് അല്ലേ. എങ്ങനെയൊക്കെയാവും നിങ്ങളെ പുരാതന സമുദ്രങ്ങളിൽ, ആൻഷ്യൻ്റ് ഓഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുരാതന സമുദ്രങ്ങളിൽ രാസവസ്തുക്കൾ ഒന്നിച്ചു ചേർന്ന് ആദ്യത്തെ ജീവകോശം രൂപപ്പെട്ടു എന്നാണ്. എന്താ നിങ്ങളെ പുരാതന സമുദ്രങ്ങൾ, ആൻഷ്യൻ്റ് ഓഷൻസ് കെമിക്കൽ ജോയിൻ ചെയ്ത് രാസവസ്തുക്കൾ ഒന്നിച്ച് ചേർന്ന് ടുഗദർ എന്ന് വെച്ചാൽ ചേർന്ന് ആദ്യത്തെ ഫസ്റ്റ് ജീവകോശം, ഫസ്റ്റ് ലിവിങ് തിങ്സ് രൂപപ്പെട്ടു എന്നാണ് പറയുന്നത്, ഫോം ചെയ്തു എന്ന് അല്ലേ. പിന്നോ ദീസ് പ്രിമിറ്റീവ് സെല്ല് ഹാൻഡ് ഏതൊക്കെയാണോ ന്യൂക്ലിക് ആസിഡുകൾ. ന്യൂക്ലിക് ആസിഡ് എന്ന് വെച്ചാൽ DNA-യും RNA-യും പോലെയുള്ളവയാണ് കേട്ടോ. സ്വയം ഇരട്ടിക്കാൻ ശേഷിയുള്ള ന്യൂക്ലിക് ആസിഡുകളും അതിനെ ആവരണം ചെയ്യുന്ന കൊഴുപ്പ് പാളിയും ചേർന്നാണ് ആദിമകോശം ഉണ്ടായതെന്ന്. എന്താ നിങ്ങളെ സ്വയം ഇരട്ടിക്കാൻ ശേഷിയുള്ള ന്യൂക്ലിക് ആസിഡുകളും അതിനെ ആവരണം ചെയ്യുന്ന കൊഴുപ്പ് പാളിയും ചേർന്നതാണ് ആദിമകോശം എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ആദിമകോശം രൂപം കൊണ്ടത് എങ്ങനെയാണെന്ന് കേട്ടോ. ഇത് ടെസ്റ്റിലെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഞാൻ എഴുതിയതാണ് കേട്ടോ, 15 ഇനി അതുപോലെ 16 എന്തുവാണെന്നറിയാമോ? ദാണ്ടെ ഈ ടെസ്റ്റിലെ സ്വയം ഇരട്ടിക്കാൻ ശേഷിയുള്ള ന്യൂക്ലിക് ആസിഡുകളും അതിനെ ആവരണം ചെയ്യുന്ന കൊഴുപ്പ് പാളിയും ചേർന്നതാണല്ലോ ആദിമകോശം. ഈ ആദിമകോശത്തിൽ നിന്നുമാണ് ബാക്ടീരിയ പോലെയുള്ള കോശങ്ങൾ പരിണമിച്ചുണ്ടാകുന്നത്. ആദ്യമുണ്ടായ ലളിത ഘടനയിലുള്ള ഇത്തരം ജീവികളെ പ്രോക്യാരിയോട്ട്, നിങ്ങളത് ആദ്യമായിട്ട് കേൾക്കുമല്ലേ നിങ്ങളെ ആ വാക്കുകൾ അല്ലേ? സത്യമല്ലേ? പ്രോക്യാരിയോട്ടുകൾ. ഇനി അങ്ങോട്ട് ഇത് ഇങ്ങനെയുള്ളതൊക്കെ കേൾക്കാം കേട്ടോ. +1 ഫസ്റ്റ് 8ാം ക്ലാസ് 7ാം ക്ലാസ് 8, 9, 10 സയൻസിൻ്റെ പുസ്തകത്തിൽ ഇതില്ലാത്ത ഒരു ഇതുമില്ല കേട്ടോ. +1 1ാമത്തെ ചാപ്റ്റർ ഇത് തന്നെ നിങ്ങളെ എന്താ പ്രോക്യാരിയോട്ടും യൂക്യാരിയോട്ടിനെ കുറിച്ചും. ആദ്യമുണ്ടായ ലളിത ഘടനയിലുള്ള ജീവികളെയാണ് പ്രോക്യാരിയോട്ടുകൾ എന്ന് വിളിക്കുന്നത്. ഈ പ്രോക്യാരിയോട്ടിൽ നിന്നുമാണ് എന്തുണ്ടായത്? യൂക്യാരിയോട്ട്. പ്രോക്യാരിയോട്ട്, യൂക്യാരിയോട്ട് കേട്ടോ. പ്രോക്യാരിയോട്ട് കോശങ്ങളിൽ നിന്നും കുറെ കൂടി സങ്കീർണ ഘടനയുള്ള യൂക്യാരിയോട്ട് കോശങ്ങൾ എങ്ങനെ രൂപപ്പെട്ടു? നോക്കിയേ, യൂക്യാരിയോട്ടുകളുടെ സവിശേഷതയും എന്താണെന്ന് നമുക്ക് നോക്കാം. സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ വിശകലനം നോക്കിക്കേ. ഇവിടെ കുറെ കാര്യങ്ങളുണ്ട്. പ്രോക്യാരിയോട്ട് കോശങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? പടം തന്നേക്കുന്നുണ്ട്. ഇതെന്തുവാ? ഇത് വല്ലതും കണ്ടിട്ട് തോന്നുന്നുണ്ടോ? ഇതാണ് പ്രോക്യാരിയോട്ട്, യൂക്യാരിയോട്ട് കണ്ടോ. ഇനി നമുക്കത് എന്താണെന്ന് നോക്കാം. കണ്ടേ, ഞാൻ അതിൻ്റെ എന്തൊക്കെയാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. കണ്ടേ, ഫീച്ചേഴ്സ് പ്രോക്യാരിയോട്ടും യൂക്യാരിയോട്ടും നോക്കൂ നിങ്ങൾ. അതിൻ്റെ സെല്ലിൻ്റെ സ്ട്രക്ചർ, അതിൻ്റെ കോശത്തിൻ്റെ ഘടന അല്ലേ എങ്ങനെയായിരിക്കും? സിമ്പിൾ ആൻഡ് പ്രിമിറ്റീവ് ആയിരിക്കും കേട്ടോ. ഇംഗ്ലീഷുകാർ ഇത് എഴുതിയെടുക്കണേ, അപ്പോൾ നിങ്ങൾക്ക് എളുപ്പമാണ് പഠിക്കാൻ. സെല്ലിൻ്റെ സ്ട്രക്ചർ എന്ന് വെച്ചാൽ സിമ്പിൾ ആൻഡ് പ്രിമിറ്റീവ് ആയിരിക്കും. പക്ഷേ യൂക്യാരിയോട്ടോ കോംപ്ലക്സ് ആൻഡ് അഡ്വാൻസ്ഡ്, ഇത് വലിയ സങ്കീർണവും അതുപോലെ തന്നെ വിപുലവുമായിരിക്കും കേട്ടോ. ഇതോ സിമ്പിളാണ് അല്ലേ, ലളിതമാണ്, പ്രിമിറ്റീവുമാണ്. എന്നാൽ ന്യൂക്ലിയസോ ഞങ്ങളെ ന്യൂക്ലിയസ് പ്രോക്യാരിയോട്ടിൽ ന്യൂക്ലിയസ് ഇല്ല. എന്നാൽ യൂക്യാരിയോട്ടോ ഹാസ് എ മെംബ്രെയിൻ ബൗണ്ട് ന്യൂക്ലിയസ്. ഹാസ് എ മെംബ്രെയിൻ. എന്നാണ്ടേ ഈ പടം കാണുമ്പോൾ നിങ്ങൾക്കറിയാം കേട്ടോ. ഹാസ് എ മെംബ്രെയിൻ ബൗണ്ട് ന്യൂക്ലിയസ്. ഇതുപോലെ എഴുതിയാൽ മതി, ഫുൾ മാർക്ക് കിട്ടും. ഓർഗനൈൽസ് അല്ലെ, അവയവങ്ങൾ ഏതൊക്കെ അവയവങ്ങൾ? ഫ്യൂ സെൽ ഓർഗനൈൽസ് ഹാവ് നോ മെംബ്രെയിൻസ് കവറിങ്. ഇവിടെ ഫ്യൂ സെൽ ഓർഗനൈൽസേ ഉള്ളെങ്കിൽ ഇവിടെ മെനി സെൽ ഓർഗനൈൽസ് ആണ്. ഇവിടെ ഫ്യൂസ് ഏതാ? പ്രോക്യാരിയോട്ടിൽ ഫ്യൂ സെൽസ് ഓർഗനൈൽസ്. ഈ സെൽ ഓർഗനൈൽസ് ഹാവ് നോ മെംബ്രെയിൻസ് കവറിങ്. അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയത് ഇവിടെ മിനി സെൽ ഓർഗനൈൽസ് വിത്ത് മെംബ്രെയിൻസ് കവറിങ്. ഇവിടെ നോ മെംബ്രെയിൻസ് കവറിങ്, ഇവിടെ മെംബ്രെയിൻസ് കവറിങ്. ഇവിടെ ഫ്യൂ സെൽ ഓർഗനൈൽസ്, ഇവിടെ മിനി സെൽ ഓർഗനൈൽസ്. ഇവിടെ നോട്ട് ന്യൂക്ലിയസ്, ഇവിടെ ന്യൂക്ലിയസ് ഉണ്ട് അല്ലേ. സിമ്പിളാണ്, കോംപ്ലക്സ് ആണ്. ഇനി ഇവിടുത്തെ പ്രോക്യാരിയോട്ടിന് എക്സാമ്പിൾ ആവും നിങ്ങളെ ബാക്ടീരിയ കേട്ടോ. യൂക്യാരിയോട്ടിന് എക്സാമ്പിളാണ് അമീബയും ഹ്യൂമൻ സെല്ലും. അമീബ എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്നെങ്കിലും അമോയിബ, MOE ഉണ്ട് കേട്ടോ, സ്പെല്ലിങ് അറിയണേ. അമീബ നമ്മൾ പറയത്തില്ലേ. അപ്പം അതിൻ്റെ മലയാളം നോക്കിയേ. സെല്ലിൻ്റെ ഘടന, സെൽ സ്ട്രക്ചർ ലളിതവും പ്രാകൃതവുമാണ്, സങ്കീർണവും വിപുലവുമാണ്. ന്യൂക്ലിയസ് ഇല്ല, ന്യൂക്ലിയസ് ഉണ്ട്. അവയവങ്ങൾ വെച്ചാൽ കോശാംഗങ്ങൾക്ക് സ്ഥരാവരണമില്ല, സ്ഥരാവരണമുള്ള മർമ്മവും ഇല്ല. ഇവിടെ സ്ഥരാവരണത്തോടു കൂടിയ കോശാംഗങ്ങളാണ്, സ്ഥരാവരണമുള്ള അവിടെ മർമ്മവുമുണ്ട്
കേട്ടോ. ഉദാഹരണം ഇവിടെ ബാക്ടീരിയയും ഇവിടെ അമീബയും, അത് ഞാൻ എഴുതിയില്ല കുഞ്ഞുങ്ങളെ. പ്രോക്യാരിയോട്ടിന് ഉദാഹരണം ബാക്ടീരിയയാണ്, യൂക്യാരിയോട്ടിന് അമീബയും ഹ്യൂമൻ സെൽസുമാണ് കേട്ടോ. ഇനി യൂക്യാരിയോട്ട് കോശങ്ങളുടെ മുഖ്യ സവിശേഷത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പരിണാമ പ്രക്രിയയുടെ ഭാഗമായി മർമ്മത്തിന് സ്തരാവരണം രൂപപ്പെട്ടതാണ് യൂക്യാരിയോട്ട് കോശങ്ങളുടെ മുഖ്യ സവിശേഷത. അതൊന്ന് അറിഞ്ഞിരിക്കണേ. നമ്മൾ പരിണാമം നടത്തില്ല, എവല്യൂഷൻ, ഈ പരിണാമ പ്രക്രിയയിലൂടെ ഭാഗമായിട്ട് ഈ മർമ്മത്തിന് സ്തരാവരണം രൂപപ്പെട്ടതാണ് യൂക്യാരിയോട്ട് കോശങ്ങളുടെ മുഖ്യ സവിശേഷത കേട്ടോ. അതുകൂടെ ഒന്ന് അറിഞ്ഞിരിക്കണേ. അടുത്തത് ദ ലാസ്റ്റ്, ബാക്ടീരിയ. നമ്മൾ അതിൻ്റെ തൊട്ടിപ്പുറത്ത് ഇതൊന്ന് റഫല്ല അറിയണേ കുഞ്ഞില്ലേ. നമ്മൾ ബാക്ടീരിയ പ്രോക്യാരിയോട്ടിൻ്റെ എക്സാമ്പിൾ ബാക്ടീരിയ പറഞ്ഞില്ലേ. ഈ ബാക്ടീരിയ തന്നെ പല വിധമുണ്ട്. നോക്കിയേ, ഒന്നാമത്തത് അൺഎയറോബിക് ബാക്ടീരിയ, എയറോബിക് ബാക്ടീരിയ, ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയ. എന്താ കുഞ്ഞുങ്ങളെ, ബാക്ടീരിയ എത്ര ഉണ്ട്? എയറോബിക് ബാക്ടീരിയ ഉണ്ട്, അൺഎയറോബിക് ബാക്ടീരിയ ഉണ്ട്, ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ടെസ്റ്റിൽ ഇല്ലല്ലോ, അറിയണ്ട. പക്ഷേ ആ ബാക്ടീരിയകളെ കുറിച്ചൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം അതിനകത്തിൽ കേട്ടോ. ഇനി അങ്ങോട്ടും ഉള്ളതാണ്. നോക്കിക്കേ, ഈ എയറോബിക് എന്ന് വെച്ചാൽ നീഡ് ഓക്സിജൻ ടു സർവൈവ് എന്ന് വെച്ചാൽ എന്താ കുഞ്ഞുങ്ങളെ, ഓക്സിജൻ ഇല്ലാതെ ജീവിക്കാൻ ഓക്സിജൻ ആവശ്യമാണ് എന്നതാണ് എയറോബിക്കിൻ്റെ. ജീവിക്കാൻ എന്താ വേണം? നീഡ് ഓക്സിജൻ ആവശ്യമാണ്. അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അൺഎയറോബിക്. എന്താ? കനോട്ട്, അല്ലെങ്കിൽ വിത്തൗട്ട് ഓക്സിജൻ, ക്യാൻ ലീവ് വിത്തൗട്ട് ഓക്സിജൻ അല്ലേ കുഞ്ഞുങ്ങളെ. ഓക്സിജൻ്റെ ആവശ്യമില്ല അൺഎയറോബിക് അല്ലെ, വായുരഹിത ബാക്ടീരിയകൾക്ക് ഓക്സിജൻ ഇല്ലാതെയും ജീവിക്കാൻ പറ്റുമെന്ന്. എയറോബിക്കിനോ ജീവിക്കാൻ ഓക്സിജൻ ആവശ്യമാണ് അല്ലേ. ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ സസ്യങ്ങളെ പോലെ, ഫോട്ടോ മീൻസ് ലൈറ്റ് അല്ലേ. ഫോട്ടോസിന്തസിസ് എന്ന് വെച്ചാൽ ലൈറ്റ്. സസ്യങ്ങളെ പോലെ സൂര്യപ്രകാശം ഉപയോഗിച്ച് സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കാൻ കഴിയുന്നതാണ് ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയ. എന്താ നിങ്ങളെ, സസ്യങ്ങളെ പോലെ സൂര്യപ്രകാശം ഉപയോഗിച്ച് സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കാൻ കഴിയുന്നതാണ് ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അതായത് ഇനി അതിലും പ്രധാനപ്പെട്ട ഇവിടെ ഒരു പടം കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ പ്രോക്യാരിയോട്ടും യൂക്യാരിയോട്ടും പഠിച്ചില്ലോ നിങ്ങളെ, അതുപോലെ തന്നെ ഇത് നോക്കണേ. ഇപ്പോൾ ഇതൊരു പ്രോക്യാരിയോട്ട് കോശമാണ്. ഇതിൽ നിന്നും ചെറു കോശമായ എയറോബിക് ബാക്ടീരിയയെ ഇത് വിഴുങ്ങുന്നു. ചെറു കോശമായ എയറോബിക് ബാക്ടീരിയത്തെ ഇത് വിഴുങ്ങുന്നു. ബാക്ടീരിയ കണ്ടുപിടിക്കുന്നുണ്ടോ? എന്നിട്ടോ ഇതെടുത്ത് അങ്ങ് വിഴുങ്ങും. ചെറുകോശത്തെ ദഹിപ്പിക്കുന്നതിന് പകരം അത് സംരക്ഷണം നൽകുന്നു. ഇതിനകത്തോട്ട് കയറ്റിയിട്ട് സംരക്ഷണം നൽകുന്നു. ക്രമേണ ഇത് മൈറ്റോകോൺട്രിയ ആയിട്ട് അങ്ങ് മാറുന്നു. മനസ്സിലായോ? ഇവിടെ നിന്ന് ഇതാണ് നമ്മുടെ യൂക്യാരിയോട്ട് കോശം. ഈ യൂക്യാരിയോട്ട് കോശത്തിൻ്റെ ഇതിൻ്റെ ചെറിയ കോശമായ എയറോബിക്, അത് ഓർത്തോണേ കുഞ്ഞുങ്ങളെ. യൂക്യാരിയോട്ട് കോശത്തിൻ്റെ ചെറിയ കോശത്തിൻ്റെ പേരെന്താ? എയറോബിക് ബാക്ടീരിയത്തെ ഇതെന്ത് ചെയ്യുന്നു? ഇതങ്ങ് വിഴുങ്ങുന്നു. എന്നിട്ടോ ആ ചെറിയ കോശത്തെ ദഹിപ്പിക്കുന്നതിന് പകരം അതിനെ സംരക്ഷിച്ചു വെക്കുന്നു അല്ലേ. ഇങ്ങനെ സംരക്ഷിച്ചിട്ട് അത് ക്രമേണ മൈറ്റോകോൺട്രിയ ആയിട്ട് അങ്ങ് മാറുന്നു. അതുപോലെ തന്നെ നോക്കിയേ, ഈ യൂക്യാരിയോട്ട് കോശം ചെറുകോശമായ പ്രകാശ സംശ്ലേഷണ ബാക്ടീരിയയും വിഴുങ്ങുന്നു. പ്രകാശത്തിൻ്റെ സംശ്ലേഷണ ബാക്ടീരിയയെ ഇതെടുത്ത് വിഴുങ്ങുന്നു. എന്നിട്ടോ ഈ പ്രകാശ സംശ്ലേഷണ ബാക്ടീരിയത്തെ ദഹിപ്പിക്കുന്നതിന് ഇവർ രണ്ടുപേരും രണ്ടാം ഘട്ടം അത് ദഹിപ്പിക്കുന്നതിന് പകരം അവരെന്താ ചെയ്യുന്നത്? അവരെ രണ്ടുപേരെയും ഇവിടെ എന്ത് ചെയ്യുന്നു? ഈ ചെറിയ കോശത്തെ ദഹിപ്പിക്കുന്നതിന് പകരം അത് സംരക്ഷിക്കുന്നു. ഇവിടെ പ്രകാശത്തിൻ്റെ ബാക്ടീരിയയെ ദഹിപ്പിക്കുന്നതിന് പകരം അതും സംരക്ഷിക്കുന്നു അല്ലേ. ക്രമേണ ഇതെന്തായിട്ട് മൈറ്റോകോൺട്രിയ ആയിട്ടും മാറും. ഇതെന്താ കുഞ്ഞുങ്ങളെ? ഹരിത കണങ്ങളുമായിട്ടും മാറുന്നു കേട്ടോ. പ്രോക്യാരിയോട്ടുകളിൽ ജനിത വസ്തുക്കൾ കോശദ്രവ്യത്തിൽ ചിതറിക്കിടക്കുകയാണ് ചെയ്യുന്നത്. പ്രോക്യാരിയോട്ട് ഉണ്ടല്ലോ, ഇത് യൂക്യാരിയോട്ടാവും നിങ്ങളെ. രണ്ടെണ്ണം ഉണ്ടെന്ന് പറഞ്ഞല്ലോ, പ്രോക്യാരിയോട്ടും യൂക്യാരിയോട്ടും. ഈ പ്രോക്യാരിയോട്ടുകളിൽ ജനിത വസ്തുക്കൾ കോശദ്രവ്യത്തിൽ ചിതറിക്കിടക്കുകയാണ് ചെയ്യുന്നത്. പരിണാമ പ്രക്രിയയുടെ ഭാഗമായി മർമ്മത്തിന് സ്തരാവരണം രൂപപ്പെട്ടതാണ് യൂക്യാരിയോട്ട് കോശങ്ങളുടെ. മുമ്പ് ഞാനത് പറഞ്ഞ അല്ലേ അതിൻ്റെ സവിശേഷത എന്താണെന്ന്. അതുപോലെ തന്നെ തൊട്ടിപ്പുറത്ത് ആ ബോക്സും കൂടെ നോക്കിക്കേ. ഘടന, സ്ട്രക്ചർ, പ്രോക്യാരിയോട്ടും യൂക്യാരിയോട്ടും ഇപ്പം ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, ഇത് ലളിതമാണ്, ഇത് കോംപ്ലക്സ് ആണ് അല്ലേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ സങ്കീർണമാണ്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കുഞ്ഞുങ്ങളെ, ഇത് ഞാൻ നോട്ടിൽ എഴുതിയില്ല. ന്യൂക്ലിയസ് നോക്കിയേ, നോട്ട് വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ്. ഇവിടെ സ്ഥലാവരണത്തോടു കൂടി വ്യക്തമായ മർമ്മമുണ്ട്. മൈറ്റോകോൺട്രിയ, ഹരിതകണം തുടങ്ങിയ കോശങ്ങളോ പ്രോക്യാരിയോട്ടിൽ ഇല്ല
കേട്ടോ. പ്രോക്യാരിയോട്ടിൽ ഇതൊന്നുമില്ല, പക്ഷെ നമ്മുടെ യൂക്യാരിയോട്ടിൽ അവരത് പ്രസൻറ്റ് ഉണ്ട്. ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ, ഏകദേശം 3.8 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയുടെ സമുദ്രങ്ങളിൽ ഉണ്ടായിരുന്ന തന്മാത്രകളിൽ നിന്നും ആദിമ കോശങ്ങൾ രൂപപ്പെട്ടു എന്നാവും ഞങ്ങൾ. ആദിമ കോശം രൂപപ്പെട്ടത് 3.8 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ്. അയ്യോ, ഒന്ന് ആലോചിച്ച് നോക്കിയേ. 3.5 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് പ്രോക്യാരിയോട്ടിക കോശങ്ങൾ രൂപപ്പെട്ടു. ആ 5 വർഷങ്ങൾക്ക് 8 വർഷം 3.8 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ് ഭൂമിയിൽ സമുദ്രങ്ങൾ ഉണ്ടായിരുന്ന ഭൂമിയുടെ സമുദ്രങ്ങളിൽ ഉണ്ടായിരുന്ന തന്മാത്രകളിൽ നിന്നും ആദിമ കോശങ്ങൾ ഉണ്ടായി. 3.5 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് പ്രോക്യാരിയോട്ട് കോശങ്ങൾ രൂപപ്പെട്ടു. 2.5 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് പ്രകാശ സംശ്ലേഷണ പ്രക്രിയ തുടങ്ങിയതോടെ അന്തരീക്ഷത്തിലേക്ക് ഓക്സിജനും എത്തിച്ചേർന്നു. പിൽക്കാലത്ത് മൈറ്റോകോൺട്രിയ, ക്ലോറോപ്ലാസ്റ്റുകൾ എന്നീ കോശാംഗങ്ങളുടെ യൂക്യാരിയോട്ടിക കോശങ്ങൾ രൂപപ്പെട്ടു. തുടർന്ന് ലളിതഘടനയിലുള്ള ബഹുകോശ ജീവികളും 800 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് കൂടുതൽ സങ്കീർണമായ ജീവികളും ഉണ്ടായി. പ്രോക്യാരിയോട്ടുകളിൽ നിന്നും വൈവിധ്യമാർന്ന ജീവജാലങ്ങൾ ഉണ്ടാകാൻ എത്ര കാലദൈർഘ്യം വേണ്ടി വന്നിട്ടുണ്ടാകും? ഇതുമായിട്ട് ബന്ധപ്പെട്ടെന്ന് എഴുതാൻ. അപ്പോൾ ഇത് നല്ലതുപോലെ ഈ ബോക്സ് ഒന്ന് പഠിച്ചു വെച്ചേക്കണം നിങ്ങളെ. നമുക്കിനി ഒരു പാർട്ട് കൂടി ഇട്ടിട്ട് അതിൻ്റെ ലെറ്റേഴ്സും ഈ ഒരു ഇച്ചിരിയും കൂടെ ഉണ്ട്, അതും കൂടെ നമ്മൾ അടുത്ത 3rd പാർട്ടോട് കൂടി നമ്മൾ ഈ ചാപ്റ്റർ തീർക്കാം കേട്ടോ. അപ്പോൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ആ കമൻറ്റ് നോട്ട്സ് വൃത്തിയായിട്ട് എഴുതിയെടുക്കണേ കേട്ടോ. 18 ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ തന്നിട്ടുണ്ട്, അത് വൃത്തിയായിട്ട് അങ്ങ് എഴുതിയെടുക്കണം കേട്ടോ. ഓക്കെ, നിങ്ങളെ കമൻറ്റ് പറയണേ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ കേട്ടോ. താങ്ക് യു.